അന്നദറത്തുൽ മുതലസ്സിസ. ഇനി നാലാമത് പറയുന്ന വിഷയമാണ് നമ്മൾക്കൊക്കെ സുപരിചിതമായ വിഷയം, അന്നദറത്തുൽ ജായിഅ, വിശന്നവന്റെ നോട്ടം. വിശന്നവന്റെ നോട്ടം പാടില്ലാത്തതാണ്. വിശന്നവന്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ഹറാം നോക്കിയിട്ട് ആസ്വദിക്കുക, ഹറാം നോക്കിയിട്ട് ആസ്വദിക്കുക. അന്യ പെണ്ണുങ്ങളെ നോക്കുന്നത്, എന്തെങ്കിലും കാണാൻ പാടില്ലാത്ത പിക്ചർ കാണുന്നത്, കാണാൻ പാടില്ലാത്ത വീഡിയോ ശ്രദ്ധിക്കുന്നത്, കാണാൻ പാടില്ലാത്ത ഇടത്തേക്ക് പോയി നിൽക്കുന്നത്, ഇവന്റെ ഒരു ദാഹം, ഒരു തരം അപ്പറ്റൈറ്റ്, അവന്റെ ഒരു ദാഹം, ഒരു വിശപ്പുണ്ടാവും. ആ വിശപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണി ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു അന്യ പെണ്ണിനെ ഒരു അന്യ പുരുഷൻ കാണുന്നതോ, ഒരു അന്യ പുരുഷൻ അന്യ പെണ്ണിനെ കാണുന്നതോ, ഇതൊക്കെയാണ് ഈ വിശന്ന നോട്ടം എന്നതുകൊണ്ട് ശറഅ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. സത്യവിശ്വാസികളോട് പറയണം നബിയെ, അവർ കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. റസൂലുള്ളാഹി തങ്ങളും അസ്ഹാബും ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ യൗമുൻ നഹർ, പെരുന്നാളിന്റെ ദിവസമാണ്. അന്ന് ഹജ്ജിന് പോകുന്ന സമയം ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ ഒട്ടകത്തിന്റെ പിൻ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. നബിയുടെ ഒട്ടകത്തിന്റെ പിൻ സീറ്റിൽ കാന റദീഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഓരോരോ പെണ്ണുങ്ങൾ ഓരോരോ കാര്യം ചോദിക്കാൻ വേണ്ടി, മസ്അല ചോദിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഇസ്തഫ്തത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു നബി തങ്ങളോട് ഒരു ഫത്വ ചോദിക്കാൻ വേണ്ടി വന്നു. നബി തങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുന്നു, പെണ്ണ് താഴെയാണ്, നബിയുടെ ബാക്കിൽ ആരുണ്ട്? ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ പെണ്ണ് ഹജ്ജിന്റെ മസല ചോദിക്കുക. ഇഫ്അൽ വലാ ഹറജ, ഇഫ്അൽ വലാ ഹറജ, ഇഫ്അൽ വലാ ഹറജ. ഹജ്ജിന് ചോദിച്ച എല്ലാ മസലക്കും നബി തങ്ങൾ അങ്ങനെ പറഞ്ഞെന്നാ, ചെയ്തോളൂ, കുഴപ്പമില്ല, ഇഫ്അൽ വലാ ഹറജ്. അപ്പൊ ഈ പെണ്ണ് വന്ന് ചോദിക്കുകയാണ് മസ്അല. അപ്പൊ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ നോക്കി, ആ പെണ്ണ് ഫദ്ൽ ഇബ്നു അബ്ബാസിനെയും നോക്കി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നബി തങ്ങൾ കഴുത്തുകെട്ടി തിരിച്ചു, ഫദ്ൽ എങ്ങോട്ട് നിൽക്കുന്നു പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞു, സംശയം നിവാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫദ്ൽ പിന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ആ പെണ്ണും നോക്കി. നബി തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് തിരിച്ചു കളഞ്ഞു മുഖം. എന്നിട്ട് പറഞ്ഞു, ഫദ്ൽ ഇബ്നു അബ്ബാസ്, ഇന്നൽ ഗീറത മിനൽ ഈമാൻ വൽ മിദാഉ മിനൻ നിഫാഖ്. അൽ ഗീറതു മിനൽ ഈമാൻ, ഗീറത്ത് അഭിമാനബോധം തോന്നുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഫദ്ലേ, അഭിമാനബോധം തോന്നുക, ഞാനിത് ചെയ്യാൻ പാടില്ലല്ലോ, എനിക്കത് അനുവദിക്കപ്പെട്ടതല്ലോ, ഒരു അന്യ പെണ്ണിനെ ഞാൻ നോക്കുകയോ, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. വൽ മിദാഉ മിനൻ നിഫാഖ്. മിദാ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകും, മദി എന്ന് പറയുന്ന സാധനമാണ് മിദാ എന്ന വാക്ക് വരുന്നത്. സ്ഖലനം സംഭവിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന നനവത് നജസാണ്. മനി നജസല്ല, പക്ഷെ മനിന്റെ മുമ്പുള്ള ദ്രാവകം നജസാണ്. വൈകാരികമായ ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് മതി പുറപ്പെടുക, അതിനുശേഷമാണ് മനി പുറപ്പെടുക എന്ന് പറയാം. ഈ മിദാ പുറപ്പെടുന്ന അവസ്ഥയിൽ വൈകാരികമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് വരാൻ വേണ്ടി ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു വികാരം തോന്നാൻ വേണ്ടി നോക്കി നിൽക്കുന്നത് മിനൻ നിഫാഖ്, കപടവിശ്വാസമാണ്. ഈമാനുള്ളവനത് ചെയ്യൂല. വൈകാരികമായ ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ വേണ്ടാത്തൊക്കെ നോക്കി നിൽക്കുക, ഇത് മുഅ്മിന് ചെയ്യൂല. ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുട്ടിയുടെ വാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പൊന്നാര നബി, എന്തെന്റെ മകൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മുഖം തെറ്റിക്കണത് ഞാൻ കണ്ടല്ലോ, മുഖം പിടിച്ച് തിരിക്കണത് എന്താ നബിയെ വിഷയം? ഞാൻ ഇടപെടേണ്ട വല്ല വിഷയമുണ്ടോ? വാപ്പ വന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ അബ്ബാസ്, റഅയ്തു ശാബ്ബൻ വശാബ്ബ ഫലം ആമിന ശൈത്വാന അലൈഹിമ. ഞാൻ ഒരു യുവാവിനെയും ഒരു യുവതിയെയും കണ്ടു, പിന്നെ അവിടെ പിശാച് വരില്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധ തിരിച്ചതാണ്. ഒരു ചെറുപ്പക്കാരിയെ ഞാൻ കണ്ടത്, പിന്നെ അവിടെ പിശാച് വരുമല്ലോ, അത് വരാതിരിക്കാൻ ഞാൻ ചെയ്തതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കണ്ണുകളെ സൂക്ഷിക്കുക, അത് കണ്ണിന് ചെയ്യുന്ന ശുക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുമായിരുന്നു, നമ്മുടെ മുഖത്തുള്ള കണ്ണ് അള്ളാഹുവിനെ നോക്കാനുള്ള കണ്ണാണ്, തിരുനബിയെ കാണാനുള്ള കണ്ണാണ്.
വലിയൊരു നിഅമത്താണ് നമ്മുടെ മുഖത്ത് അല്ലാഹു തന്നിട്ടുള്ളത്. വലിയൊരു നിഅമത്താണ്. ആ നിഅമത്ത് കൊണ്ട് നടക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ നിഅമത്ത് എടുത്തു കളയാൻ അല്ലാഹുവിന് കഴിയും. വലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം, നിങ്ങളുടെ ഈ കണ്ണിനെ എടുത്തു കൊണ്ടുപോകാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. ഫസ്തബഖുസ് സിറാത, നിങ്ങൾ വഴി കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുകയും ഫഅന്നാ യുബ്സിറൂൻ, എവിടെ നിന്ന് നിങ്ങൾ കാണാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഒരു കണ്ണിന്റെ നിഅമത്ത് നമ്മൾ നിലനിർത്തുക. അതുകൊണ്ട് 4 നോട്ടങ്ങൾ മുഹറമത്താണ്. ഒന്ന്, മറ്റുള്ളവർക്ക് അല്ലാഹു നൽകുന്ന ഐശ്വര്യങ്ങളും ആഡംബരങ്ങളും ആഗ്രഹത്തോടുകൂടെ നോക്കി നിൽക്കുന്നത്. ഒരു നോട്ടം കുഴപ്പമില്ല, നിരന്തരം നോക്കുന്നത് ആഗ്രഹം വരും, അത് വേണ്ട. രണ്ടാമത്തേത് കട്ടുനോട്ടം, വഞ്ചനയുടെ നോട്ടം, ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയുള്ള നോട്ടം. മൂന്നാമത്തേത് എത്തി നോക്കുന്നത്, ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് കണ്ണയക്കുന്നത്, ഒരാളുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്നത്, വീട്ടിലെ ആളുകളെ എത്തി നോക്കുന്നത്, വീടിന്റെ ജനലിലൂടെ വാതിലിന്റെ പഴുതിലൂടെ നോക്കുന്നത് പാടില്ലാത്തതാണ്. മറ്റേത് വിശന്നവന്റെ നോട്ടം, അവന്റെ ശരീരം പാപം ചെയ്യാൻ വിശക്കുന്നുണ്ട്, അത് ശമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്.